മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി. നിർണയത്തിൽ കോൺഗ്രസിനെതിരെ സുന്നി സംഘടനകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് മുസ്ലിം വിഭാഗത്തെ മതിയായ രീതിയിൽ പരിഗണിച്ചില്ലെന്ന ആക്ഷേപം. സമസ്ത AP വിഭാഗങ്ങളാണ് എതിർപ്പ് പരസ്യപ്പെടുത്തി രംഗത്തെത്തിയത്. പ്രാതിനിധ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ നേതാക്കൾ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചുവെന്നും വിമർശനമുണ്ട്. മതേതര പാർട്ടിയായ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു മുസ്ലിമിനെ പോലും പരിഗണിച്ചില്ലെന്ന് സമസ്തയ്ക്ക് കീഴിലുള്ള സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പേരാൽ കുറ്റപ്പെടുത്തി. 4 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളിൽ 2 പേരാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത്. ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി നിർണയമാണ് നടത്തിയത്. ഇതിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലെ കോൺഗ്രസ് ചില കോക്കസുകളുടെ പിടിയിലാണെന്നും ഇബ്രാഹിം ഫൈസി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുസ്ലിങ്ങളെ രണ്ടാം തര പൗരന്മാരാക്കുന്ന നിലപാടാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നതെന്നാണ് നേതാക്കളുടെ വിമർശനം. കെ നാസർ മൗലവിയും AK മുഹമ്മദ് ദാരിമി എന്നിവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പറ്റിയ ഒരു മുസ്ലിമും ജില്ലയിൽ ഉണ്ടാകാത്തത് കൊണ്ടാകാം എന്ന പരാമർശത്തോടെ സമസ്ത AP വിഭാഗം ബഷീർ സഹദിയും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഫേസ്ബുക്കിൽ പങ്കുവച്ചു. മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ പട്ടികയും ഇവർ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു.